ഹലോ, എല്ലാവർക്കും സ്ക്രാച്ച് ബേസിക് ട്യൂട്ടോറിയലിലോട്ട് സ്വാഗതം. ഞാനിവിടെ ഒരു ഫ്ലൈയിങ് പാരറ്റ് കാണിക്കുകയാണ്, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം നമുക്ക് സ്പ്രൈറ്റിനെ ആഡ് ചെയ്യാം. സ്പ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഏത് ആനിമലിനാണോ പീപ്പിളിനാണോ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതാണ് സ്പ്രൈറ്റ് ഹിയർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പാരറ്റെന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, പാരറ്റ് കിട്ടി. ഈ പാരറ്റാണ് ഇവിടുത്തെ സ്പ്രൈറ്റ്. അപ്പം ഈ പാരറ്റിന് രണ്ട് കോസ്റ്റ്യൂമുണ്ട്, പാരറ്റ് എ ആൻഡ് പാരറ്റ് ബി. അപ്പോൾ നമ്മുടെ കോഡിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഈ പാരറ്റിന് ഇച്ചിരി സൈസ് കൂടുതലായതുകൊണ്ട് സൈസ് കുറയ്ക്കുകയാണ്, 50 ആക്കുവാണ് നമ്മുടെ സ്ക്രീൻ മാച്ചായിട്ട്. ഞാനിവിടെ ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ബ്ലൂ സ്കൈ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ പാരറ്റിനെ ഒന്ന് ഫ്ലൈ ചെയ്യുന്ന പോലെ ആക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഈവൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈവൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് എടുത്ത് വെച്ചെന്നുള്ളൂ. എന്നിട്ട് ഈ പാരറ്റിന് എന്തെങ്കിലും പറയണമെങ്കിൽ, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സൗണ്ട് ലുക്സ് എന്നുള്ള ബ്ലോക്സിൽ നിന്ന് ഈ ബ്ലോക്സ് എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് എഡിറ്റ് ചെയ്യാം. ഈ ഹലോ ഇവിടെ എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യമുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. ടൈം ടു ഫ്ലൈ. ഓക്കെ, ഇറ്റ്സ് ഫോർ 2 seconds. അത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്താണെന്ന് ഇടാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ് ഇതെങ്ങനെ സാമ്പിൾ പോകുന്നത്. ടൈം ടു ഫ്ലൈ. ഓക്കെ, ഇത് ഒന്നതിൻ്റെ ചിറക് വിരിച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇത് കണ്ടിന്യൂസ് റിപ്പീറ്റ് ആയിട്ട് നമുക്കിത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കൺട്രോൾ മെനുവിൽ പോയി ഫോർ എവർ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നോക്കണം, ടൈം ടു ഫ്ലൈ. ഓക്കെ, നമുക്കിതിലൊരു ചെറിയ ചേഞ്ച് വരുത്താം. നമ്മുടെ കോസ്റ്റ്യൂം മാത്രം നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ മതി. ടൈം ടു ഫ്ലൈ കൊടുത്തു. എന്നിട്ട് ഒരു നെക്സ്റ്റ് കോസ്റ്റ്യൂം ആയി കഴിഞ്ഞാൽ ഒരു 0.5 seconds നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. ടൈം ടു ഫ്ലൈ. ഓക്കെ, നമ്മുടെ പാരറ്റ് ഇപ്പോൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ നമുക്കൊരു എന്തെങ്കിലും വേറൊരു സ്പ്രൈറ്റ് കൂടെ ആഡ് ചെയ്ത് അതിനെ മൂവ് ചെയ്യിച്ചാൽ നമുക്കിപ്പം നമ്മുടെ സ്ക്രീന് പാരറ്റ് ഫ്ലൈ ചെയ്യുന്ന പോലെ സ്ക്രീൻ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അതെങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പം നെക്സ്റ്റ് ആയിട്ട് ഞാൻ വേറൊരു സ്പ്രൈറ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പം ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോർണറിൽ പോയി ചൂസ് സ്പ്രൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഓക്കെ, ബിൽഡിങ്സ് എന്നുണ്ടോ, ഈ സ്പ്രൈറ്റ് ആഡ് ചെയ്തു. ഈ സ്പ്രൈറ്റിൻ്റെ കോസ്റ്റ്യൂം നോക്കിയാൽ നമുക്ക് ഒരു ബിൽഡിങ് തന്നെ പല ബിൽഡിങ്സിൻ്റെ ഫോംസ് കാണാം ഒരു സ്പ്രൈറ്റിനകത്ത് തന്നെ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇത് വെച്ചു. ഇതിൻ്റെ സൈസ് ഏകദേശം ഒരു 80 ആക്കുവാണ്. എന്നിട്ട് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഫസ്റ്റ് എൻ്റെ ബിൽഡിങ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് സെറ്റ് ചെയ്ത് വെക്കുവാണ്. ഗോ ടു X26. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ. ഞാനതിനെ എങ്ങനെ മൂവ് ചെയ്യിക്കുന്നത്? അപ്പോൾ ഈ ബിൽഡിങ് എനിക്ക് ഇവിടെ വരെ മൂവ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് മൂവ് ചെയ്തതിന് എൻഡ് പൊസിഷൻ. അപ്പോൾ ഞാനിത് കൊടുക്കും, ഗ്ലൈഡ് 1 second ടു. ഓക്കെ, ഇത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതും റിപ്പീറ്റ് ചെയ്യണം. കൺട്രോളിൽ പോയി റിപ്പീറ്റ് ചെയ്യുക. അപ്പം ഞാനിത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ നോക്കിക്കോണം, നമ്മുടെ ബിൽഡിംഗ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേ ബിൽഡിങ്സ് ഉണ്ടെന്നുള്ളതല്ല. അപ്പോൾ നമുക്കിൻ്റെ കോസ്റ്റ്യൂം മാറ്റി കൊടുത്തു നോക്കാം. നെക്സ്റ്റ് കോസ്റ്റ്യൂം കൊടുത്തു. എന്നിട്ട് നമുക്കൊരു വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റ് 1 second കൊടുത്തു. അപ്പോൾ നോക്കിക്കോണം, ഓക്കെ, ഒരു കറക്ഷൻ ഉണ്ട്. നമുക്ക് കോസ്റ്റ്യൂം കൊടുക്കുന്നതിന് മുമ്പ് വെയിറ്റ് 1 second വെച്ച് കൊടുക്കുവാണെങ്കിൽ നെക്സ്റ്റ് കോസ്റ്റ്യൂം കൊടുക്കാം. ഓക്കെ, സോറി, ഇത് വരില്ല.
നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്കിതിൽ ഈ ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുവാണെങ്കിൽ അത് വെയിറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പം ടൈം ടു ഫ്ലൈ ബിൽഡിങ് ഫാസ്റ്റായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ടാണ്. നമുക്ക് ഇച്ചിരി സ്പീഡ് കുറയ്ക്കാം, ഒരു 2 സെക്കൻഡ് കൊടുക്കാം. പിന്നെ നമ്മൾ പാരറ്റ് തിങ്ക് ചെയ്യുന്നില്ല നമ്മൾ. അപ്പം നമുക്ക് പാരറ്റ് സംസാരിക്കുന്ന സമയം വെയിറ്റ് 1 സെക്കൻഡ് അല്ല ഒരു 2 സെക്കൻഡ് കൊടുക്കാം അവിടെ. എന്നിട്ട് ടൈം ടു ഫ്ലൈ കേട്ടോ. ഇപ്പം നമുക്ക് ഫ്ലൈ ചെയ്യുന്നത്, ഇപ്പം പയ്യെ ഫ്ലൈ ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ബിൽഡിങ് കോസ്റ്റ്യൂം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാരറ്റ് നമുക്ക് വേറെ ബാക്ക് ഡ്രോപ്സും കൂടെ ആഡ് ചെയ്യുമ്പം അതിൻ്റെ ആ ഡിഫറൻസ് കാണാം. ഓക്കെ, ഞാൻ ഒരു ബ്ലൂ സ്കൈ ആഡ് ചെയ്തു. 1 മോർ ആഡ് ചെയ്യാം, ഒരു ലൈറ്റും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഏത് ബാക്ക് ഡ്രോപ്സ് വേണമെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ പോകുന്നത് ബ്ലൂ സ്കൈ 2, നെക്സ്റ്റ് കോസ്റ്റ്യൂം കൊടുത്തു. അത് നമുക്ക് നെക്സ്റ്റ് ബാക്ക് ഡ്രോപ്പ് കൊടുക്കാം. ഓക്കെ, ബാക്ക് ഡ്രോപ്സ് മാറി വരുന്നുണ്ട്, ബിൽഡിങ് മാറുന്നുണ്ട്, സ്കൈ മാറുന്നുണ്ട്. അപ്പം നമുക്കൊരു പാരറ്റ് ഫ്ലൈ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നമുക്കിതിൽ പോയിന്റ് ആഡ് ചെയ്യാം, ഹാർട്ട്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് അത് ആഡ് ചെയ്യാം. ഓക്കെ, ബൈ.